എയർ ഇന്ത്യയുടെ വിമാനം അപകടത്തിൽപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം ഒരുപോലെ വിഷമത്തിലാക്കിയ ദുഃഖത്തിലാക്കിയ സംഭവം. പക്ഷേ ഇപ്പോഴും അതിൻ്റെ കാരണം എന്താണെന്നറിയില്ല. ഒരുപക്ഷെ ബ്ലാക്ക് ബോക്സ് ഒക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ അറിഞ്ഞേക്കാം. പക്ഷേ ഇവിടെ ചില ദുരൂഹതകൾ, സംശയങ്ങളുണ്ട്. ഏതാണ്ട് 3000 മീറ്റർ റൺവേയുടെ അറ്റം വരെയോളം ഈ പൈലറ്റ് വിമാനം ഓടിച്ചിട്ടുണ്ട്. സാധാരണ ഇത് പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് വിമാനം ടേക്ക് ഓഫ് ചെയ്യുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ്. കൂടാതെ ഈ വിമാനം പിന്നീട് ഇതിൻ്റെ ഈ ലാൻഡിങ് ഗിയറിന് എന്തോ സംഭവിച്ചു. അപ്പോൾ ഒരുപക്ഷെ കോക്പിറ്റിലേക്ക് ആരെങ്കിലും കടന്നു കയറിയതാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും സ്ഫോടക വസ്തു ഉണ്ടോ? കാരണം ഒരു സ്ഫോടന ശബ്ദം കേട്ടു എന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തി അയാൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ മണക്കുന്നു എന്ന് പറഞ്ഞാൽ സംശയം പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അത് ശരിക്കും പറഞ്ഞാൽ ഈ അപകടം നടന്ന അന്ന് ഏതാനും നിമിഷങ്ങൾ തൊട്ട് ഈ ഏവിയേഷൻ മേഖലയിലുള്ള എല്ലാ എക്സ്പേർട്സും വിവിധ ചാനലുകളിൽ, ദേശീയ ചാനലുകളിലും അന്തർദേശീയ ചാനലുകളിലും ഒക്കെ ഇത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം പറയുന്ന ഒരു കാര്യം വളരെ കറക്റ്റാണ്, നമുക്കും ബോധ്യമാവുന്ന കാര്യമാണ്. അതായത് ലിഫ്റ്റ് ഉണ്ടായില്ല. അതായത് പറന്നു ഉയരുമ്പോൾ ആ ഒരു ഫുൾ പവറിലേക്ക് വന്നാണല്ലോ ടേക്ക് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ അതുണ്ടാകാതെ നമ്മളെല്ലാം കാണുന്നുണ്ട്, ഇത് കുറച്ചും ഉയർത്തി പോയിട്ട് താഴ്ന്നു വരുന്നു, മുകളിലേക്ക് പോകേണ്ട സ്ഥലം താഴേക്ക് വരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ പവർ അവിടെ പോയി എന്നുള്ളതാണ്. അത് ഏത് രീതിയിൽ പോയി എന്നുള്ളതാണ് നമുക്കറിഞ്ഞൂടാത്തത്. ലോകത്തിന് ഇപ്പം ഇതുവരെ അറിയില്ല. അപ്പോൾ അത് ഇൻവെസ്റ്റിഗേഷൻ്റെ അവസാനം അവർ കണ്ടെത്തിയിട്ട് ചിലപ്പോൾ നമ്മളെ അറിയിക്കുമായിരിക്കാം. അതൊന്നും നമുക്ക് ഇപ്പോഴും അത് പൂർണ്ണമായിട്ടൊന്നും നമുക്കത് നിശ്ചയിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെന്നൊക്കെ പറഞ്ഞാൽ $multi-billion ബിസിനസ് മേഖലകളാണ്. അതായത് ഈ നമ്മളുടെയൊക്കെ കാഴ്ചപ്പാടിൽ കാണുന്ന ഈ ബിസിനസ് അല്ലെങ്കിൽ വ്യവസായം എന്ന് പറയുന്ന ഇതിലുള്ള സംഗതികളൊന്നും അല്ലല്ലോ. ഇപ്പോൾ ബോയിങ്ങിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, അല്ലേ? ഇപ്പോൾ ഒരു വിമാനത്തിൻ്റെ തന്നെ വില ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയൊരു മേഖലയാണ്. അപ്പോൾ ഇതിനകത്തുള്ള കോമ്പറ്റീഷൻസും വളരെ വലുതായിരിക്കും. അപ്പോൾ ഏത് രീതിയിലാണ് ഉണ്ടാകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളൊരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോയിങ്ങിൻ്റെ വിമാനങ്ങൾ കുറേ അപകടങ്ങൾ ഉണ്ടായി. സൗത്ത് കൊറിയയിൽ വീണത് അതും ബോയിങ്ങിൻ്റെ തന്നെയാണ്. അപ്പോൾ ഒട്ടേറെ അപകടങ്ങൾ ഈ കഴിഞ്ഞ ഒരു 1-2 വർഷങ്ങൾക്കിടയ്ക്ക് ഈ ബോയിങ്ങിൻ്റെ സംഗതി ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബോയിങ്ങിന് ആകെ കഷ്ടകാലമാണ്. സുനിത വില്യംസിനെ മുകളിലേക്ക് സ്റ്റാർ ലൈനറിൽ കൊണ്ടുപോയി, സ്പേസിൽ കൊണ്ടുപോയിട്ട് ഏതാനും ദിവസത്തേക്കാണ് പോയത് അവർ. പക്ഷെ അതിനകത്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല, കാരണം ലീക്കേജ് വന്നു. അപ്പോൾ അവിടെയും അവർ സഫർ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഊഹങ്ങളാണ്. ഇപ്പോൾ ഇത് ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാക്കി ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ചിലപ്പോൾ ഒരു സത്യാവസ്ഥകൾ നമ്മൾ പുറത്തറിയുന്നത്. ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം ഒരു ഈ എയറിന് ഇപ്പം ഈ എയർ ഹോസ്റ്റസ് ആയിട്ട് ജോലി ചെയ്ത, അല്ലെ ഏവിയേഷൻ മേഖലയിൽ ജോലി ചെയ്ത ഒരു സുഹൃത്ത്, അപ്പോൾ അവരുമായിട്ടുള്ള സംസാരത്തിനിടയിൽ അവർ പറഞ്ഞത് ഒരു വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളും ഒരുമിച്ച് കേടാക്കാനുള്ള യാതൊരുവിധ സാധ്യതയുമില്ല. പിന്നെ ഒരു മനുഷ്യൻ്റെ വലിപ്പമുള്ള ഒരു പക്ഷി വന്നിടിച്ചാൽ പോലും ഒരു എഞ്ചിന് കേടുപാട് സംഭവിക്കാം. ഇതും പറന്നുയർന്ന 9 മിനിറ്റിനുള്ളിൽ അത്തരം ഒരു ആഘാതം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ഒരു പക്ഷേ ആ പൈലറ്റിന് പുറത്ത് പറയാൻ കഴിയാത്ത എന്തോ ഒരു സംഭവം നടന്നു. ഇപ്പോൾ സാധാരണ രീതിയിൽ പറയുന്നത് ഇപ്പോൾ ഒരു ഭീഷണി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണത്തിന് സാധ്യത എന്ന് പറഞ്ഞാൽ ഈ പൈലറ്റ് സ്വയം ചാവേറായി മാറണം. അപ്പോൾ ഈ പൈലറ്റിനെ സംബന്ധിച്ച് അങ്ങനെ ചാവേറായി മാറുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അതിൻ്റെ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. പിന്നീട് അവിടെ നടന്ന ഒരു സ്ഫോടന സമാനമായ ശബ്ദം, അതല്ല എങ്കിൽ ഈ വിമാനത്തെ തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചു. കാരണം പണ്ട് വിമാനങ്ങളൊക്കെ ഹൈജാക്ക് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഹൈജാക്കൊന്നും ഇല്ല, കാരണം അത് വെച്ച് വിലപേശാനൊന്നും ഇല്ല. ഇത് നശിപ്പിക്കുക, ഒരു കൂട്ടം ആളുകളെ ഒന്നിച്ച് കൊലപ്പെടുത്തി ഒരു വലിയ പ്രതികാരം തീർത്തുന്ന ഒരു ജിഹാദി തന്ത്രമാണെന്ന് പോലും പറയാമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അവർക്ക് പേര് വെളിപ്പെടുത്താൻ കഴിയുന്നില്ല, അവർക്ക് ആ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്നില്ല. അവരുടെ സംശയം വളരെ ജെന്യുവിനാണെന്ന് നമുക്കും തോന്നാം. കാരണം ആ മേഖലയിൽ ജോലി ചെയ്ത ഒരാളാണ് പറയുന്നത്, പറഞ്ഞ 9 മിനിറ്റിനുള്ളിൽ 2 എഞ്ചിനും ഒരുപോലെ കേടായി, പിന്നെ ഈ പറയുന്ന ലാൻഡിങ് ഗിയർ വർക്ക് ചെയ്തില്ല. ഇതൊക്കെ തമ്മിൽ കണക്റ്റഡാണ്, ദുരൂഹതയുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ അന്വേഷണത്തിൻ്റെ ആ ഒരു ദിശ ആ രീതിയിലായിരിക്കും പോകുന്നത്. വരും ദിവസങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അല്ല, അതിനകത്ത് വേറൊരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ട സമയം ഈ കാലത്തിൻ്റെ മാറ്റം നമ്മൾ കണക്കിലെടുക്കണം. ഉദാഹരണത്തിന് ഇതെല്ലാം ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഉദാഹരണത്തിന് ഇപ്പോൾ ടെസ്ല കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ കാർ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അതിനെ കാണുന്നതെങ്കിലും ഇലോൺ മസ്കിനെ സംബന്ധിച്ച് അതൊരു വെറും ഒരു ഗാഡ്ജറ്റാണ്. കാര്യം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അതിനെ നിയന്ത്രിക്കാം, പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാം.
ഇപ്പോൾ ടെസ്ല കാറ് ഒരു ഓൺ ചെയ്യുകയാണ്, ഓണർ കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പറയാതെ തന്നെ ഈ കംപ്ലൈൻറ്റ് അവിടെ രേഖപ്പെടുത്തുകയും കറക്ഷൻ സംഭവിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഒരു ഗാഡ്ജറ്റായിട്ട് മാറുകയാണ്. ഇപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഈ എയറോപ്ലെയിൻസ് എടുത്ത് നോക്കുക, ഇതൊക്കെ ഇങ്ങനെ ഗാഡ്ജറ്റ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഹാക്കിംഗ് അല്ലേ? അതെ. അപ്പോൾ ഇതിനി ആ ഒരു രീതിയിൽ ഏതെങ്കിലും രീതിയിൽ മാനിപ്പുലേഷൻസ് നടത്തിയിട്ടുണ്ടോ? കാര്യം കാലം മാറുകയാണ്. നമുക്കൊക്കെ ഇതിൻ്റെ ലേമാൻ നോളജ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സാധ്യത ഇതിനകത്തുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം തന്നെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ കണ്ടു. ഓപ്പറേഷൻ സിന്ദൂർ കണ്ടപ്പോൾ നമ്മൾ എങ്ങനെയാണ് എയർ ഡിഫൻസ് വർക്ക് ചെയ്തത് നമ്മൾ കണ്ടു, അല്ലേ? എങ്ങനെയാണ് AI വർക്ക് ചെയ്യുന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ എഞ്ചിനീയറിംഗ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് കൗണ്ടർ എഞ്ചിനീയറിംഗ് ഉണ്ടാവും. അതില്ലാതെ എഞ്ചിനീയറിംഗ് നടക്കത്തില്ല. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് നടക്കുന്ന സമയത്ത് കൗണ്ടർ എഞ്ചിനീയറിംഗ് അതിനേക്കാൾ ശക്തമായിരിക്കും. പിന്നെ ആ കൗണ്ടർ എഞ്ചിനീയറിംഗിൻ്റെ അറിവിന് മുമ്പിൽ വെച്ചിട്ടാണ് അതിനെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള അടുത്ത തലം എഞ്ചിനീയറിംഗിലേക്ക് പോകുന്ന സംഗതി. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിൽ ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് രീതിയിലുള്ളൊരു മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ടോ നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഈ ആകാശത്ത് മുഴുവൻ സാറ്റലൈറ്റുകളല്ലേ, അല്ലേ? നിറയെ സാറ്റലൈറ്റുകളാണ്, പല റേഞ്ചിലുള്ള സാറ്റലൈറ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പം ബോയിങ്ങിനെ തകർക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഏതെങ്കിലും രീതിയിലൊരു മാനിപ്പുലേഷൻ ആരെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ ഇതിന് വലിയ ആയുധത്തിന്റെ വലിയ സംഗീതത്തിന്റെ ആവശ്യങ്ങളൊന്നുമില്ല, ചാരപ്രവർത്തിയുടെ ആവശ്യങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതൊക്കെ സാധ്യതകളാണ്. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ 2 എഞ്ചിനും ഒരേ സമയത്ത് പറന്നുയർന്ന് 625 അടി ഹൈറ്റിലെത്തി ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു മിസ്റ്ററി എന്ന് പറയാൻ സാധിക്കും. അപ്പൊ ഇതിനകത്ത് എന്തോ ഒരു അപകടത്തിൽ പെട്ടു ഈ പൈലറ്റ് തിരിച്ചറിയാം. അതാണല്ലോ മെയ്ഡേ എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നു. അപ്പോൾ അപായ സൂചന കൃത്യമായിട്ട് ATSലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ എന്നിട്ടും എന്തൊക്കെയോ ഒരു സംശയങ്ങൾ പിന്നെ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കാരണം അപകട സൂചന പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് ലാൻഡിങ് ആ ഒരു അവസ്ഥയിലേക്ക് ക്വിക്കായിട്ട് മാറുകയാണല്ലോ. പിന്നെ പാനിക്കല്ല, ഇപ്പോൾ പൈലറ്റ് ആണെങ്കിലും മനുഷ്യനാവുമല്ലോ. അപ്പോൾ ആ ഒരു പ്ലെയിനിൻ്റെ കൺട്രോൾ പോയി 2 എഞ്ചിനും വർക്ക് ചെയ്യുന്നില്ല എന്നറിയുമ്പം സ്വാഭാവികമായിട്ടും ഇതിനകത്തുള്ള യാത്രക്കാരും താനും തൻ്റെയും ജീവിതത്തിൻ്റെയൊക്കെ അവസാനമാണ് എത്താൻ പോകുന്നുള്ളൊരു തിരിച്ചറിവ് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, പാനിക്കാവുമല്ലോ. അതെ. അപ്പോൾ അത്ര ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെ പോയി എന്നുള്ള 2 എഞ്ചിനും കൂടെ ഈ പറഞ്ഞ ചെറിയൊരു ഉയരത്തിലൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം അതുകൊണ്ടാണല്ലോ 2 എഞ്ചിൻ വയ്ക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും പോകാൻ കാരണം അതാണല്ലോ. ഇപ്പം ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അടുത്തയാൾ ഹാൻഡിൽ ചെയ്യുക. പിന്നെ അസാധാരണത്വങ്ങൾ സംഭവിച്ചുകൂടായില്ല. ഇപ്പൊ 2 പേർക്ക് ഒരേ സമയത്ത് വേണമെങ്കിൽ ഒരു അബോധാവസ്ഥ വരാം, അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. പക്ഷെ എങ്കിലും നമുക്കൊരു പരിധി വരെ ഇതെല്ലാം അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. 100% ഫുൾ പ്രൂഫായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ പറഞ്ഞതുപോലുള്ള അന്വേഷണത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും അതിൻ്റെ ആ ഒരു കണ്ടെത്തൽ നമുക്ക് കിട്ടാതെ എന്താണെന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഊഹാപോഹങ്ങളിൽ ഏർപ്പെടാൻ നിവൃത്തിയുള്ളൂ. കാരണം ഇത് നടന്ന സംഭവം ആ നിമിഷം മുതൽ ഏവിയേഷൻ എക്സ്പേർട്സുകളും പൈലറ്റുമാരും ക്യാപ്റ്റന്മാരും ഒക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഡിസ്കസ് ചെയ്യുന്നതിൽ എല്ലാവരും ഉന്നയിക്കുന്ന ഒരു വിഷയം ഇത് തന്നെയാണ്. ഈ 2 എഞ്ചിനും വളരെ പെട്ടെന്ന് പറന്ന് ഒരു ഫുൾ ടേക്ക് ഓഫിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു, ബാഡ് ഹിറ്റ് അല്ല എന്നുള്ളത് ഇപ്പം ഏകദേശം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് വലിയ കാര്യം. കാരണം ഒരു മനുഷ്യന്റെ വലുപ്പമുള്ള പക്ഷി വന്നിടിച്ചാൽ ഉണ്ടാകാവുന്നതിന് തുല്യമായ ഒരു സംഭവമാണ് ഉണ്ടായത്. അപ്പോൾ ഇത്രയും ഒരു സ്ഥലത്ത് ഒരു ചെറിയ പക്ഷിയാണ് വന്നിടിച്ചെങ്കിൽ പോലും ഉണ്ടാവില്ല. മാത്രമല്ല 2 എഞ്ചിനും കൂടെ ഒരുപോലെ അങ്ങനെ ഒരു കാരണവശാലും കേടാകില്ല. ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ ഒരുപക്ഷെ ഈ രീതിയിൽ അന്വേഷണം നടത്താൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ ഈ വിമാനം ഇപ്പോൾ ഈ 2 എഞ്ചിനും കേടായപ്പോൾ പറയുന്നത് ഭാരമുള്ള ഒരു വസ്തു താഴേക്ക് വന്ന് പതിക്കുന്നത് പോലെയാണ് ഈ വിമാനം താഴേക്ക് വരിക. അപ്പോൾ ഒരുപക്ഷെ ഇത് ഇപ്പം നമ്മൾ സംശയിക്കുന്ന പോലെയാണെങ്കിൽ ഈ വിമാനം ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് ഇടിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിലോ? അതും സംഭവിക്കാനല്ലേ. അതായത് പറഞ്ഞത് നമ്മുടെ വൈൽഡ് ഇമാജിനേഷൻ എങ്ങനെ വേണമെങ്കിലും പോകാവുന്നതാണ് സാർ. ഇപ്പൊ ഒരാളിപ്പോ ഈ ചാവേർ എന്നുള്ള പ്രശ്നം വെച്ചാൽ ഒരാൾ സ്വയം മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ആറ്റിച്ചടാൻ പോകുന്ന എന്തിനാ കുട പിടിക്കുന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞത് അതൊക്കെ നമ്മൾ ഈ പറഞ്ഞത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല.
അപ്പോൾ ഇതിനകത്ത് വ്യക്തമായ ഇപ്പോൾ ഉദാഹരണം ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു സർവൈവർ ഉണ്ടായി എന്നുള്ളതാണ്. അതിനകത്ത് ഈ മെയില് മെസ്സേജ് പോയ സമയത്തുണ്ടായിരുന്ന ആ ഒരു മൂഡ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഈ പറഞ്ഞതുപോലെ ഏത് സമയത്താണ് അവിടെ ഇടിച്ചപ്പോഴായിരിക്കും ഇത് പൊട്ടിത്തെറിച്ച് ഇയാൾ പുറത്തു പോയത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻപുട്സുകൾ ഇയാളിൽ നിന്ന് കിട്ടും. അപ്പോൾ എന്തായാലും അന്വേഷണത്തിൻ്റെ ഒരു കണ്ടെത്തൽ വരാതെ നമുക്കിതിനകത്ത് എന്താണെന്ന് നമുക്ക് തീർപ്പ് പറയാൻ പറ്റില്ല എന്നുള്ള ഉറപ്പാണ്. പക്ഷേ ഒരുപാട് സാധ്യതകൾ ഈ മാറിയ കാലത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ ബാഹ്യമായിട്ടുള്ള സാങ്കേതികമായ രീതിയിലുള്ള മാനിപ്പുലേഷൻസ്, സോഫ്റ്റ്വെയർ മാനിപ്പുലേഷൻസോ ഹാക്കിങ്ങോ അതുപോലുള്ള തന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാൻ സമർത്ഥരായ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ അതേപോലെ തന്നെ പക്ഷേ ഇപ്പം ഈ പറഞ്ഞതുപോലെ ഭീകരവാദികളോ അതല്ല ഇനിയിപ്പം ഈ പറഞ്ഞതുപോലെ ബോയിങ്ങിനെതിരെയുള്ള ഏതെങ്കിലും ഒരു കോൺസ്പിറസി തിയറി ഇതിൻ്റെ പിന്നിലുണ്ടോ, ഇതൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. നമുക്ക് എന്തായാലും അന്വേഷണം പുരോഗമിക്കട്ടെ. വരും ദിവസങ്ങളിൽ വാർത്തകളൊക്കെ വന്നേക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.